friends, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി അഡാറ് വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, ഒരു സ്കിൻ കെയർ വീഡിയോ. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുകയാണ് എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു സ്കിൻ കെയർ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്തവരെ യൂസ് ചെയ്തിട്ട് എന്നോട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കിൻ കെയർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, അതായത് എന്താണ് നമ്മൾ മുഖത്ത് തേക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് എല്ലാവരും ബോധേഡ് ആവുന്നത്. പക്ഷെ അതിനും അപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിക്കുന്ന കാര്യം കൂടെ കുറച്ച് മോഡിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്താലും അത് നമുക്ക് എഫക്റ്റീവായിട്ട് ഫീൽ ആവുള്ളൂ അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, കഴിക്കുന്നതും കൂടെ നമ്മൾ ശരിയാക്കിയാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലും അതിൻ്റെ ആ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാനൊരു ഹെർബൽ ടീ പ്രിപ്പയർ ചെയ്യുന്നത്. അത് വളരെ കാമിങ്ങും റിലാക്സിങ്ങും ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ റോസ്മേരി ടീ ആണ്. അതായത് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു, എൻ്റെ വീട്ടിലുണ്ട് റോസ്മേരി. അപ്പോൾ റോസ്മേരി പറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം തിളപ്പിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിൽ ഞാൻ ഇട്ട് വെച്ച് ഒരു 5 മിനിറ്റോളം ഞാനത് അടച്ചു വെക്കും. ഓക്കെ, ഞാൻ ഇട്ട് തിളപ്പിക്കാറില്ല റോസ്മേരി. ഞാൻ ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ട് ഞാൻ കുടിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര കാമിങ്, ഭയങ്കര റിലാക്സിങ് ആണ്. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈവൻ മൂഡ് ഡിപ്രഷൻ, അതായത് ഡിപ്രസ്ഡ് മൂഡ് പോലും ഉണ്ടെങ്കിൽ നമുക്ക് മാറിപ്പോകാനായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് റോസ്മേരി ടീ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കിൻ കെയറിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ സ്കിൻ കെയറിന് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചെന്ന് ഞാൻ പറയില്ല. എന്നാൽ കുറച്ച് ഐറ്റംസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് മോസ്റ്റ് ബേസിക് പ്രൊഡക്റ്റ് വരുന്നത് വേറൊന്നുമല്ല, ഇരട്ടിമധുരമാണ്. ഓക്കെ, ഇത് ഞാൻ അങ്ങാടിക്കട, അതായത് നമ്മുടെ ആയുർവേദിക് ഷോപ്സ് ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ഇടുന്നത്, അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഏകദേശം ഒരു 50 രൂപയുടെ പാക്കാണ്. ഇതിന് 40 രൂപയാണ് കേട്ടോ എനിക്ക് ആയേക്കുന്നത്. ഇത് തന്നെ ആമസോണിൽ ലിക്വറൈസ് പൗഡർ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇരട്ടിമധുരം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു പൗഡറാണ്. ഇത് നിങ്ങളുടെ ഫേസിലെ അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനും റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് സ്പോട്ടും ബ്ലെമിഷസും ഒക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈവൻ നമ്മൾ ലിപ്സിൽ ഇത് അപ്ലൈ ചെയ്താൽ, അതായത് മഞ്ചിഷ്ട പൗഡറിൻ്റെ കൂടെ ലിപ്സിൽ ഇത് അപ്ലൈ ചെയ്താൽ തേനും കൂടെ ചേർത്ത് ഈവൻ ലിപ്പിൻ്റെ നമ്മുടെ ഈ സൈഡിലൊക്കെയുള്ള ഡാർക്ക് ലിപ്സൊക്കെ മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മുടെ ഇരട്ടി മധുരം. എനിക്കറിയാം കുറേ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് അടിപൊളി ഒരു പൗഡറാണ് കേട്ടോ. ഇതിട്ട് എണ്ണ കാച്ചുന്നവരുണ്ട്. സ്കിൻ കെയറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇരട്ടി മധുരം. ഇതാണ് നമ്മുടെ ബേസിക് ആൻഡ് പ്രൈമറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇതിനെ ഒന്നൊരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കണമല്ലോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ധാത്രിയുടെ റോസ് വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാത്രിയുടെ റോസ് വാട്ടറാണ്. അത്യാവശ്യം തന്നെ ഞാനത് യൂസ് ചെയ്ത് തീർത്ത് ഏകദേശം ഇത്രയും വരെ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ഒരു കോമ്പിനേഷൻ ഓയിലി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അല്ലെങ്കിൽ പിമ്പിൾസ്, ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അതിനെ ഒന്ന് ട്രിഗർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറച്ചും കൂടെ ഇത് നമ്മളല്ലാത്ത പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ആക്നെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ, അല്ലെങ്കിൽ ഈ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് തൈര് യൂസ് ചെയ്യാം. തൈര് അല്ലെങ്കിൽ നമുക്ക് പാലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാം. എനിക്ക് അത്രയും കഷ്ടപ്പെടാൻ മടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ട് നമുക്ക് ഇടുന്നൊരു സാധനം റോസ് വാട്ടർ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ എടുക്കുന്നത്. റോസ് വാട്ടർ എടുക്കാം, തൈര് എടുക്കാം, അതുപോലെ തന്നെ പാലാണെങ്കിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഹണി. ഓക്കെ, ഹണി ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ കാണാം സ്കിന്നിൽ ഒരു നാച്ചുറൽ ഗ്ലോ വരുന്നത്. അപ്പോൾ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഹണിയാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നിങ്ങളുടെ സ്കിന്നിൽ അൺഈവൻ സ്കിൻ ടോണ്, ഡാർക്ക് സ്പോട്ട്സ്, അത് ലിപ്പിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ട്. ഓക്കെ, പക്ഷെ നിങ്ങളിത് റെഗുലർലി അപ്ലൈ ചെയ്യണം. എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും ഒരു വീക്ക്ലി 4 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ് ഒക്കെ അപ്ലൈ ചെയ്താൽ മാത്രമേ കണ്ടിന്യൂസ് ഒരു 3 months എങ്കിലും അപ്ലൈ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പേഷ്യൻസ് അതായത് സമാധാനത്തോടെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അതിപ്പോൾ എന്ത് സ്കിൻ കെയർ ആണെങ്കിലും അങ്ങനെ ആയിരിക്കും.
അതിനൊരു ടൈം നമ്മൾ കൊടുക്കണം. സോ ഇത്രയാണ് ബേസിക് ഇൻഗ്രീഡിയൻ്റ് എന്നാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഇത് ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുന്ന മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് എടുക്കാം. അതായത് സെറ്റാഫിലിൻ്റെ യുവിഡോക്സിൻ്റെ ഒക്കെ പുതിയത് അവർ ഇറക്കിയിട്ടുള്ള ഒരു ക്ലെൻസർ ഉണ്ട്. അടിപൊളി ക്ലെൻസറാണ്. ഈ സെറ്റാഫിലിൻ്റെ ഫോം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മൈൽഡ് ക്ലെൻസർ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ഒരുപാട് മുഖത്തിട്ട് റബ്ബ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. മുഖത്തേക്ക് വെള്ളം ഒന്ന് ഇങ്ങനെ അടിച്ചടിച്ച് കളഞ്ഞിട്ട് കഴുകിക്കളയില്ല. അതിങ്ങനെ ഉരച്ചൊരച്ച് കളയരുത്. നമുക്ക് അതായത് മൈക്രോ ആയിട്ടുള്ള ഇങ്ങനെ എന്താ പറയുക ഒരഞ്ഞൊരഞ്ഞ അബ്രേഷൻസ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് വരും. ഇങ്ങനെ പോറും നമ്മുടെ മുഖം കിടന്ന് നമ്മളതിട്ട് ഉരയ്ക്കുമ്പോൾ. സോ അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കടലമാവും പയറുപൊടിയും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചടിച്ച് മുഖം ഒന്ന് കഴുകിക്കളയുക. അതിട്ട് റബ്ബ് ചെയ്യരുത്. ഓക്കെ. അപ്പം നമ്മൾ എപ്പോഴും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയും നമ്മുടെ ഫേസും ക്ലീൻ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫേസും വാഷ് ചെയ്യണം, ഹാൻഡും നന്നായിട്ട് വാഷ് ചെയ്യണം. കൈ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടൊരു സംഭവമാണ് ഫേസ് ടവൽ. കുറേ പേര് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന അതേ ടവൽ വെച്ചിട്ടാണ് ചിലർ ഫേസ് യൂസ് ചെയ്യുന്നത്. അത് അത്ര നല്ലതല്ല. അത് നമ്മുടെ ആക്നെസിനെ ട്രിഗർ ചെയ്യാനായിട്ടും ആക്നെ വരാനായിട്ടുള്ള സാധ്യത കൂട്ടത്തേ ഉള്ളൂ. സോ എപ്പോഴും നമുക്കൊരു ഫേസ് ടവൽ നമുക്ക് വേണം. ഫേസ് അത് വെച്ചേ നമ്മൾ വൈപ്പ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഫേസ് ടവൽ ഒരു 3 days കൂടുമ്പോൾ തന്നെ നമ്മൾ വാഷ് ചെയ്തിടാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അത് ഫേസ് ടവൽ വാഷ് ചെയ്യുമ്പോൾ നമ്മളൊരു മൈൽഡ് സോപ്പൊക്കെ വെച്ചിട്ട് സ്കിൻ ഇറിറ്റേറ്റഡ് അല്ലാത്തുള്ള സാധനങ്ങളും ഫ്രാഗ്രൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കണം ഫേസ് ടവൽ വാഷ് ചെയ്തെടുക്കാൻ. ഓക്കെ. അപ്പോൾ ഞാൻ പോയിട്ട് പെട്ടെന്ന് എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാനെല്ലാം റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതുപോലെ ഫേസ് ടവൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡാബ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഒപ്പി എടുക്കാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒപ്പി എടുക്കാവുള്ളൂ. ഒരിക്കലും സ്കിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഞാൻ യൂസ് ചെയ്തത് കടലമാവാണ്. ജസ്റ്റ് കടലമാവ് അപ്ലൈ ചെയ്യുന്നു. അന്നേരം തന്നെ വെള്ളം ഒന്ന് മുഖത്തേക്ക് അടിച്ചടിച്ച് കഴുകിക്കളയുന്നു. ഓക്കെ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാൻ പോകാം. അപ്പം ഞാൻ നല്ലൊരു വൃത്തിയുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫേസിന് ആവശ്യത്തിന് ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തേലും കൂടെ അപ്ലൈ ചെയ്യുന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ലെവലിലാണ് ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ഇടുന്നത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് വേറൊന്നുമല്ല, ഹണിയാണ്. എൻ്റെ കയ്യിൽ കുഞ്ഞ് പോർഷൻ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ട് എൻ്റെ ഇതൊക്കെ സ്റ്റോക്കായിട്ട് എപ്പോഴും കാണും. അപ്പോൾ ആ പൊടിയിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ഇതും ഏകദേശം 1 ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂണല്ല, ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന റോസ് വാട്ടർ, ഞാൻ ഇതിലേക്ക് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മിക്സായിട്ട് നമ്മുടെ ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വരാനായിട്ടാണ് കേട്ടോ. മുഖത്തിടുമ്പോൾ ഒഴുകി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഏകദേശം ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അങ്ങ് തിക്കാക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ എഴുതുന്ന പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഇച്ചിരി ഒരു ലിക്വിഡി ഫോമിൽ നമുക്കിത് മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഹോൾ ഫേസ് പ്ലസ് നെക്കിൽ ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ കൈ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, കൈ വെച്ച് തന്നെയും അപ്ലൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, കൈ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൈ നന്നായിട്ട് കഴുകുക. എന്ത് പാക്ക് ഫേസിലിട്ടാലും ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ വേണം ഇടാനായിട്ട്. ഇതിൽ ഇച്ചിരി തരിതരിപ്പ് കൂടുതലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉരയ്ക്കരുത് ഫേസ്. പയ്യെ ഇട്ട് പോകാവേ ഉള്ളൂ. ഓക്കെ. ഞാൻ ഇതിൻ്റെ ഹോൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിപ്സിലും കൂടെ അപ്ലൈ ചെയ്യും കേട്ടോ. കാരണം ഇരട്ടി മധുരമൊക്കെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ പോകാൻ അടിപൊളി ഐറ്റമാണ്. ഇത് നമുക്ക് സ്കിന്നിലിട്ടാൽ ഒരു ദോഷം അങ്ങനെ ഒന്നുമില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ പൊടി ഐറ്റംസ് ഇടുമ്പോൾ ഒരുപാട് റബ്ബ് ചെയ്യരുത് സ്കിന്ന്. അങ്ങനെ മൈക്രോ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ പോറിലൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇത് നമുക്ക് ഡ്രൈ ആവുന്നോണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇട്ട പാക്ക് സംഭവം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഏകദേശം ഒരു 50 minutes, ഒരു 50 to 20 minutes മാത്രമേ നമ്മൾ വെക്കാവുള്ളൂ. കംപ്ലീറ്റ്ലി ഡ്രൈ ആകാനായിട്ട് സമ്മതിക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 50 to 20 minutes ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ട് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. ഓക്കെ. ഞാനിപ്പോൾ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫേസിൽ നല്ലൊരു ഗ്ലോ. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് വരും കേട്ടോ നമ്മുടെ ഫേസിന്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ലൊരു ഫ്രഷ്നെസ്. ഇവിടെ നമുക്കൊരു നല്ല ഗ്ലോ പോലെ വന്നിട്ടുണ്ട്. ഇത് തേച്ച ഉടനെ വെളുത്തിട്ട് പാറും അങ്ങനെയൊന്നുമല്ല, പക്ഷെ കണ്ടിന്യൂസ് റെഗുലറായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു 3 months ഒക്കെ നമ്മൾ വീക്ക്ലി ഒരു ട്വൈസും ഒക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് 3 months യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും അടിപൊളി റിസൾട്ടായിരിക്കും. എപ്പോഴും സ്കിൻ കെയർ എഫക്റ്റീവ് ആവാൻ ടൈം എടുക്കും. നമ്മളതിന് ടൈം കൊടുക്കുക തന്നെ ചെയ്യണം. റെഗുലർ ആപ്ലിക്കേഷൻ റെഗുലറായിട്ട് എന്തെന്നും നമ്മൾ ഇടുകയും അതുപോലെ തന്നെ നല്ല പേഷ്യൻ്റായിട്ട് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ വാഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ സോപ്പ് അങ്ങനെ എന്താ പറയുക ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും ഇട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലീവ് ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ സ്കിന്നൊന്ന് ഇച്ചിരി ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരും ജസ്റ്റ് അവർക്ക് സ്കിൻ ടൈപ്പിന് ആവശ്യമുള്ള ആ സ്കിൻ ടൈപ്പിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി സ്കിൻ കെയർ ടിപ്സും സ്കിൻ കെയർ വീഡിയോസൊക്കെ കാണണമെന്നുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നാളെ ഇതുപോലത്തെ വേറെ സ്കിൻ കെയർ ആയിട്ട് കാണാം. ബൈ.